الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على حي على الفلاح. حي على الله أكبر الله
سمع الله لمن حمده الله الله أكبر الله أكبر الله أكبر بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر سمع الله لمن حمده الله أكبر الله أكبر الله أكبر الله أكبر
السلام عليكم ورحمة الله. السلام عليكم ورحمة الله. آمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم ربنا قلوبنا وطعنا كلها ضامن اجتماع جنوبنا وكلنا صالح الأعمال والأخلاق. آمين. يقول لا يهدي صالحها ولا يستمسكها إلا أنت اللهم اغفر مسلمين واجبنا الصالحين. آمين. اللهم آتنا بالكتاب اللهم اعز الاسلام والمسلمين. آمين. آمين. اللهم اللهم اغفر للمسلمين مكان مستريح. آمين. ربنا هب لنا من ازواجنا وذرياتنا على الكفار رحماء. ഇവിടെ ആദ്യം പരിചയപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അബുഹാജി. അദ്ദേഹവുമായി എൻ്റെ ആശയം ഞാൻ പങ്കുവച്ചു. വീടിനടുത്ത് തന്നെ ഒരു പള്ളി വേണമെന്ന് അദ്ദേഹത്തിനും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അൽഹംദുലില്ലാ 2005 ഇവിടെ നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ ഇൻകം ടാക്സ് മുഹമ്മദ് മകൻ മുഹമ്മദ് ഹാരിസിൻ്റെ സ്പോൺസർ ഒരു ചെറിയ പള്ളി ഓഫർ ചെയ്യുകയും അതോടനുബന്ധിച്ച് ഇവിടെ ഒരു ചെറിയ നമസ്കാര പള്ളി രൂപപ്പെടുകയും ചെയ്തു. 2014 അബുദാബി കമ്മിറ്റിയുടെയും മറ്റ് ഗൾഫ് കമ്മിറ്റികളുടെയും സഹായത്തോടെ ഈ പള്ളിയും മദ്രസയും നമ്മൾ വിപുലീകരിക്കുകയും ചെയ്തു. 2021 കോവിഡ് കാലത്തെ ജുമാക്ക് ശേഷം നവീകരണം ആരംഭിച്ച് 2025 ഇന്ന് കാണുന്ന രീതിയിൽ പള്ളി മാറ്റിയെടുക്കുവാനും ഈ നാട്ടിലെയും ഇവിടെ നിന്നും അതിജീവനത്തായി വിദേശത്ത് പോയ എൻ്റെ പ്രവാസി സഹോദരങ്ങളിൽ നിന്നും എനിക്കും അൽനൂർ കമ്മിറ്റിക്കും ലഭിച്ച പിന്തുണയും ചേർത്ത് പിടിക്കലും ഒരു നന്ദി വാക്കിൽ അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. ഈ പള്ളിയുടെ നിർമ്മാണ വേളയിൽ സഹായഹസ്തങ്ങൾ നൽകി ഞങ്ങളെ ചേർത്ത് പിടിച്ച വ്യക്തിത്വങ്ങളെ പേരെടുത്തു പറയാൻ സമയപരിധി അനുവദിക്കാത്തത് മൂലം അവരുടെ എല്ലാവരുടെയും സ്വാലിഹായ മുറാദുകളെയും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ദുആകളിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസിയത്തോടുകൂടി എന്നിൽ അർപ്പിതമായ കാര്യപരിപാടിയിലേക്ക് ഞാൻ കടക്കുന്നു. ആദ്യമായി നമ്മളേവരും വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന നമ്മളുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട 1000-ൽ പരം പള്ളികളുടെ ഖാളിയായ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഏവരെയും നയിക്കുന്ന മഹത് വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ അൽനൂർ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മഹലിൻ്റെ രക്ഷാധികാരി പ്രിയപ്പെട്ട അബുഹാജി, ടി കെ ഹമീദ് സാഹിബ്, മറ്റു ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മളിവിടെ നിലകൊള്ളുന്നത്. 2004 മർഹൂം പുന്നിലത്ത് മുഹമ്മദ് ഹാജി, അദ്ദേഹത്തിൻ്റെ മകൻ ഹാരിസ് എന്നിവരുടെ ശ്രമഫലമായി ഒരു അറബിയുടെ
പൈസ കൊണ്ട് ഇവിടെ ഒരു നിസ്കാരപ്പള്ളി സ്ഥാപിച്ചു തന്നു. അതിനുശേഷം നമ്മുടെ മദ്രസ 2 നില കെട്ടിടം അബുദാബി വെൽഫെയർ കമ്മിറ്റിയുടെ സാമ്പത്തിക സഹായം കൊണ്ട് നിർമ്മിച്ച് നമുക്ക് നൽകി. ഈ നാഷണൽ ഹൈവേ വരുമ്പോൾ 2 ഭാഗമായി തിരിയുന്നതിൻ്റെ ഭാഗമായി 2023 പരിസരവാസികളുടെ അഭിപ്രായങ്ങളും കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾക്കിവിടെ ജുമാ ആരംഭിക്കണമെന്ന് തീരുമാനിക്കുകയും ശേഷം നമ്മളെ പള്ളി വിപുലീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പ്രദേശവാസികൾ എല്ലാവരും സാമ്പത്തികമായി ചെറുതും വലുതുമായി വളരെയേറെ സഹായിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പള്ളിയെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ 2023 അതിൻ്റെ ചുമതല പണിയുടെ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി അത് ഏറ്റെടുക്കുകയും അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെയും പകലില്ലാതെ ഇതിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവ പങ്കാളിത്തം വഹിക്കുകയും എല്ലാ രംഗത്തും ഈ പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സഹായിക്കുകയും എല്ലാ രംഗത്തും അതിനൊപ്പം നിന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ഇതിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി. അതുപോലെ തന്നെ ഈ സാമ്പത്തിക വിഷയത്തിൽ ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്ന പോലെ ഒരുപാട് ആളുകളോട് സമീപിച്ചപ്പോൾ ഒരു പിന്തിരിയലുമില്ലാതെ വളരെ സന്തോഷത്തോടെ ഒരുപാട് സംഖ്യകൾ തന്നവരും ചെറുതും വലുതുമായി തന്നവരും ഒക്കെ സ്റ്റേജിലും സദസ്സിലുമായിട്ട് ഇരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഏതുദ്ദേശം വെച്ചാണോ ആ സാമ്പത്തിക സഹായം ഈ പള്ളിക്ക് വേണ്ടി ചെയ്ത് അവർ അതിൻ്റെ എല്ലാ നിലയിലുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിറവേറ്റി കൊടുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. എൻ്റെ ഈ വാക്കുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോഡ് ഹൈവേ വരുമ്പോൾ നമുക്കറിയാം അവിടെ പുന്നക്കോസാറിൽ നിന്ന് അങ്ങോട്ട് വളരെ ഉയരത്തിലാണ് റോഡ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു 250ഓളം വീടുകൾ ഇപ്പുറത്ത് ആയി വരും. അപ്പോൾ ജുമാക്ക് പോകുന്നതിന് വേണ്ടി പുതിയകാവ് മഹലിലേക്ക് പ്രായമുള്ളവർക്കും മറ്റുള്ളവർക്കൊക്കെ അപ്പുറത്തോട്ട് എത്രമാത്രം കടക്കാൻ സാധിക്കും എന്നുള്ള സംശയത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നമ്മൾ ആരംഭിച്ചത്. അൽഹംദുലില്ലാ നമുക്ക് ആ കാര്യവുമായി മുന്നോട്ട് പോകണം. എല്ലാവരുടെയും സഹകരണങ്ങൾ വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നേറുന്ന 100 പ്രശ്നങ്ങൾക്ക് പരിഹാരമോതുന്ന മലയാളക്കരയിലെ ആത്മീയ കോടതിയിലെ കിരീടം വെക്കാത്ത ന്യായാധിപൻ, ആത്മീയ നബസിലെ സൂര്യ തേജസ്, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹീതമായ സദസ്സിൽ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു പ്രസംഗപീഠത്തിലേക്ക്. പ്രിയങ്കരനായ അധ്യക്ഷൻ എസ് സിദ്ദീഖ് സാഹിബ് അവர்கள், സ്വാഗതം ആശംസിച്ച എച്ച് സിദ്ദീഖ്, മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന അനസ് അൽ ഖാസിമി, ദിയഗാവ് ചീഫ് ഇമാം അവர்கள், PPM ആസിഫ് ഫൈസി, പ്രിയപ്പെട്ട വേസ് സെയ്ദ് മുഹമ്മദ് സാഹിബ്, MM മുഹമ്മദ് അഷ്റഫ് സാഹിബ്, പ്രിയപ്പെട്ട CH റഷീദ് സാഹിബ്, CA മുഹമ്മദ് റഷീദ് സാഹിബ്, വേദിയിലെ ഉപേക്ഷിച്ചായിട്ടുള്ള മറ്റ് വിശിഷ്ടാവ്യക്തിത്വങ്ങൾ, പള്ളി ഉദ്ഘാടനത്തിനും അതിനനുബന്ധിച്ചുള്ള സമ്മേളനത്തിനുമൊക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, പുതിയകാവ് ഈസ്റ്റിൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പള്ളി അതിപ്പോൾ നവീകരിച്ചുകൊണ്ട് ഒരു വിശാലമായ രീതിയിൽ പുതുക്കി പണിത് അത് വീണ്ടും നമസ്കാര സജ്ജമായ വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാം ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ ഒരു മാസക്കാലത്തെ പുണ്യവും പവിത്രതയും പരിശുദ്ധിയും ആത്മശുദ്ധീകരണവും ഇതെല്ലാം നേടിയെടുത്ത് വിശുദ്ധ ഈദുൽ ഫിത്തറും സമുചിതമായി കൊണ്ടാടി നോമ്പിനുമല്ല ഒരു മാസത്തെ വിധാനുഷ്ഠാനത്തിനുമല്ല പാകപ്പിഴവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൂടി മറികടക്കുവാൻ പരിഹരിക്കുന്നതിന് വേണ്ടി ഫിത്ർ സകാത്തും മറ്റുള്ള സംഗതികളുമെല്ലാം നിർവഹിച്ചുകൊണ്ടാണ് നമ്മളിന്നിപ്പോൾ മഹനീയമായ ഈ മസ്ജിദിൻ്റെ ഉദ്ഘാടനത്തിന് ഇപ്പോൾ ഇവിടെ സംബന്ധിക്കുന്നത്.
ഇവിടെ അധ്യക്ഷൻ സിദ്ദീഖും അതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിൽ സിദ്ദീഖും അവരും രണ്ടുപേരും പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറയുകയുണ്ടായി. ഈ പ്രദേശത്തെ ഏറ്റവും അനിവാര്യമായ രീതിയിൽ സ്ഥാപിക്കപ്പെട്ട മസ്ജിദ്, അതിപ്പോൾ ഹൈവേ കൂടി വന്നപ്പോൾ കൂടുതൽ വിശ്വാസികളെ ഉൾക്കൊള്ളേണ്ടതിനാൽ അതൊന്നുകൂടി വിശാലമായ രീതിയിൽ പുതുക്കിപ്പണിതു. നാട്ടിലും മറുനാട്ടിലുമൊക്കെയുള്ള ഒരുപാട് പേര് ഇതിനു വേണ്ടി സഹായ ഹസ്തങ്ങളുമായി മുന്നോട്ട് വന്നു. പള്ളികളും മദ്രസകളും ഇവയെല്ലാം സ്ഥാപിക്കപ്പെടുന്നത്, നിർമ്മിക്കപ്പെടുന്നത് ഒക്കെ തന്നെ വിശ്വാസികളുടെ ചുമതലയാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന സമൂഹം, ആ സമൂഹത്തിൻ്റെ കടമയായിട്ടാണ് പള്ളി നിർമ്മാണത്തെയും പരിപാലനത്തെയും എല്ലാം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. കാലങ്ങളായി ആ ഒരു പാത മുസ്ലിം സമുദായം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. വിശ്വാസികളുടെ കൂട്ടായ്മയാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മസ്ജിദുൻ നബവി, തിരുമസ്ജിദ്, അതിൻ്റെ നിർമ്മാണ വേളയിലും സ്വീകരിച്ച മാനദണ്ഡവും അതുതന്നെയായിരുന്നു. എല്ലാവരുടെയും സഹായങ്ങൾ അത് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഉള്ള നിർമ്മാണ രീതി. ലോകമെങ്ങുമുള്ള ലക്ഷോപലക്ഷം മസ്ജിദുകൾ ആ രീതിയിൽ തന്നെയാണ്. കൂടുതൽ നൽകാൻ കഴിയുന്നവർ കൂടുതൽ കൊടുക്കും, തങ്ങളെ കൊണ്ടാകാൻ കഴിയുന്നവർ അത് കൊടുക്കും. ഇങ്ങനെ എല്ലാവരുടെയും ആ ഒരു പങ്കാളിത്തം അത് അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടാകും. കാരണം ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ് നമ്മൾ നിർമ്മിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ഭവനമല്ല. അള്ളാഹുവിൻ്റെ വസതിയാണ്, ദൈവികമായിട്ടുള്ള വസതികളാണ് പള്ളികൾ. ദൈവികമായിട്ടുള്ള വസതികൾ. അപ്പോൾ അത് നിർമ്മിക്കേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ്. കാരണം പള്ളി എന്നുള്ളത് ഏറ്റവും വലിയൊരു അടയാളമാണ്. ഈ പള്ളി മുഖം ചേർത്ത് വെക്കുന്നത് എങ്ങോട്ടാണ്? കഅബാലയത്തിലേക്കാണല്ലോ, പരിശുദ്ധ കഅബാലയത്തിലേക്കാണല്ലോ ഓരോ പള്ളിയും മുഖം ചേർത്ത് വെക്കുന്നത്. ലോകത്തെ ലക്ഷോപലക്ഷം പള്ളികൾ വിശുദ്ധ കഅബാലയത്തിലേക്ക് മുഖം ചേർത്ത് വെക്കുന്നു. അപ്പോൾ നമ്മൾ കഅബാലയത്തിലേക്ക് അള്ളാഹു നമ്മെ കൂട്ടിക്കൊണ്ടുപോയി നമ്മൾ യോജിപ്പിക്കുകയാണ്. ഓരോ മഹലിനെയും അള്ളാഹു യോജിപ്പിക്കുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലാവും. ലിങ്കിങ്ങും അപ്ലിങ്കിങ്ങും ഒക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കോഡാണല്ലോ. അപ്പം അവൻ്റെ പരിശുദ്ധമായിട്ടുള്ള ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട, ഭൂമിയിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ആരാധനാലയം, അതാണ് പരിശുദ്ധ കഅബാലയം. ഭൂമിയുടെ സെൻറ്ററാണത്. ജ്യോതിശാസ്ത്രപരമായിട്ട് തന്നെ ഭൂമിയുടെ സെൻറ്ററാണ് പരിശുദ്ധ കഅബാലയം സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറം. അവിടേക്കാണ് ലോകത്തെ ലക്ഷോപലക്ഷം മസ്ജിദുകൾ മുഖം ചേർത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ലിങ്ക് ചെയ്യപ്പെട്ടു, ഓരോ മഹലിലും ലിങ്ക് ചെയ്യപ്പെടുകയുണ്ടായി. ഈ പള്ളിയുടെ അഹലുകാർ അവരാണല്ലോ ലിങ്ക് ചെയ്യപ്പെടുന്നത്. പള്ളിയുടെ ചുറ്റും താമസിക്കുന്നവർ, പള്ളിയിലെ അവിടെ പരിപാലനം നിർവഹിക്കുന്നവർ, ഇത്തികാഫിരിക്കുന്നവർ, അവരെല്ലാവരും അതിലേക്ക് ലിങ്ക് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് ഔദ്യോഗികമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യപ്പെടും. ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ആ വലിയ ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം എന്നുള്ളത് ഓരോ മഹലിലും ഉയർന്നു വരുന്ന പരിശുദ്ധമായിട്ടുള്ള ഭവനങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനങ്ങളാണ്. അള്ളാഹുവിൻ്റെ സംസ്കാരമാണ് ഓരോ ഭവനത്തിൻ്റെയും പ്രത്യേകത എന്നുള്ളത്. നമസ്കാരം അവിടെ നടക്കുന്നുണ്ട്, മറ്റ് ഇബാദത്തുകൾ അവിടെ നടക്കുന്നുണ്ട്, അതോടൊപ്പം ഇൽമ് നടക്കുന്നുണ്ട്, തസ്കിയത്ത് നടക്കുന്നുണ്ട്, തർബിയത്ത് നടക്കുന്നുണ്ട്, ഉസ്താദ്മാരുടെ സാന്നിധ്യമുണ്ട്, അവരുടെ സാരോപദേശങ്ങളുണ്ട്. ഇതെല്ലാം പള്ളിയുടെ ഭാഗമാണ്. ഖുർആനും ഹദീസും അതോടൊപ്പം തന്നെ മസ്ലഹത്തും പള്ളിയുടെ സ്വഭാവമാണ്. വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊക്കെ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് അത് പരിഹരിക്കുക. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സമുദായങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ
അവിടെയും ഇടപെട്ടുകൊണ്ട് സാമുദായിക സൗഹാർദ്ദവും മതേതരത്വവും ഇതൊക്കെ കാത്തു സൂക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുവാനുള്ള ചുമതലകൾ പള്ളികൾക്കുണ്ട്, പള്ളിയിലെ അതിന് നേതൃത്വം വഹിക്കുന്നവർക്കുണ്ട്, പള്ളി കമ്മിറ്റിക്കുണ്ട്, അതുപോലെ തന്നെ അവിടെ നമ്മുടെ ഉസ്താദുമാർക്കുണ്ട്, ഇമാമും ഖതീബും ഹാദിയും അവരൊക്കെ തന്നെ ആ ബാധ്യത നിറവേറ്റുന്നവരാണ്. ആ പള്ളി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നിക്കാഹിന് ഏറ്റവും ഏറെ ബഹുമാനിക്കപ്പെടുന്ന പ്രദേശം പള്ളിയാണ്. പരിശുദ്ധ പ്രവാചകൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നിങ്ങളുടെ നിക്കാഹിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം പള്ളിയുടെ അകമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ നാനാ മേഖലയും സ്പർശിക്കുന്ന കേന്ദ്രമാണ് നമ്മുടെ പള്ളികൾ. അല്ലാതെ നമ്മൾ ബാങ്ക് കൊടുക്കുന്നു, ഒതെടുക്കുന്നു, പോയി നിസ്കരിക്കുന്നു, തിരിച്ചു വരുന്നു, അതോടെ പള്ളിയുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നില്ല. മറിച്ച് പള്ളിയുമായിട്ടുള്ള ബന്ധം വീണ്ടും തുടരുകയാണ്. ഭൂമിയിൽ അത് അവസാനിക്കുന്നില്ല. ഭൂമിയിലെ നമ്മുടെ ജീവിതം മരണത്തോടുകൂടി ആ ജീവൽ പ്രക്രിയ അവസാനിക്കുന്നു, ശരി തന്നെയാണ്. പിന്നെ ഉഖ്റവിയായിട്ടുള്ള ജീവിതം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഉഖ്റവിയായിട്ടുള്ള ജീവിതം ഒരിക്കലും നമുക്ക് നിഷേധിക്കുവാൻ സാധ്യമല്ല. ആ ഉഖ്റവിയായിട്ടുള്ള ജീവിതം, ആ ജീവിതത്തിലേക്കുള്ള മാർഗം, അവിടെയും പള്ളി നമ്മുടെ സഹായത്തിനെത്തുന്നു. അവിടെ ഒരു ദിനത്തെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. പുനർജീവനത്തിൻ്റെ ഒരു ദിനം വരാനുണ്ടല്ലോ, വിധിയുടെ ദിനം. ആ വിധിയുടെ ദിനത്തിൽ അല്ലാഹുമ്മ അദില്ലനി അലാ തഹ്ത ദില്ലി അർശിക് എന്ന് പരിശുദ്ധ പ്രവാചകർ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ദ്വാരക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. യൗമ ലാ ദില്ലുക ഇല്ലാ ദില്ലുക വലാ വജ്ഹുക ഇല്ലാ വജ്ഹുക. അള്ളാഹുവിൻ്റെ തണൽ, അവൻ്റെ തിരുമുഖം, അതല്ലാതൊന്നും അവശേഷിക്കാത്ത ആ ദിനത്തിൽ അവിടെ തണലിൽ നൽകാൻ, ആ തണൽ നൽകാൻ പള്ളിയുമായിട്ട് സഹവസിക്കുന്നവർക്ക് ആ തണൽ ലഭിക്കും. അർശിൻ്റെ തണൽ പള്ളിയിൽ പോകുന്നവർക്ക്, പള്ളിയുമായി സഹവസിക്കുന്നവർക്ക് നൽകപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉഖ്റവിയായ ജീവിതത്തിലും പള്ളി നമുക്ക് തണലൊരുക്കുന്നു. ആ വലിയ ദൗത്യത്തെയൊക്കെ നിറവേറ്റാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും ബനാ മസ്ജിദുലില്ലാഹി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്ന് പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാര്യം, ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ പങ്കുവച്ച എല്ലാവർക്കും വിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു ഭവനങ്ങളെ നിർമ്മിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉച്ചരിച്ച് നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ പള്ളിക്ക് വേണ്ടി അഹോരാത്ര പരിശ്രമിച്ച നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പ്രവാസികളായ പ്രത്യേകം എടുത്തു പറയേണ്ട സഹോദരന്മാർ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കാലാവസ്ഥ ചെറിയ രീതിയിൽ പ്രതികൂലമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളെല്ലാവരും ഇപ്പോൾ അതിന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അനുകൂലമാകും വിധം അള്ളാഹു നമുക്ക് ചൊരിയുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, സുദീർഘമായ മുഖ്യപ്രഭാഷണം എന്ന ഒരു മുഖ്യപ്രഭാഷണം എന്ന നിലയിലാണ് എനിക്ക് തന്നിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം മുഖ്യപ്രഭാഷണം എന്നുള്ളത് ചുരുക്കി 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ പരിസരത്ത് സ്ഥലങ്ങളൊക്കെ നിൽക്കുന്നവർ കേട്ടാൽ അത്രയും നല്ലത്. അൽഹംദുലില്ലാ. പ്രിയമുള്ള സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട കൊടപ്പനക്കൽ തറവാട്ടിലെ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ നമുക്ക് നല്ല ചുരുങ്ങിയ നിലയിലാണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിച്ചു. ഹദീസും ഖുർആനിൻ്റെ ആയത്തുകളും ഈ സമൂഹത്തോടുള്ള നമ്മുടെ നിലപാടുകളും വളരെ ചുരുങ്ങിയ രൂപത്തിൽ വിശാലമായ നിലയിൽ നമുക്കൊരു പൂന്തോട്ടം തന്നെ
ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി അതിനെ കവച്ചുകൊണ്ട് ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. എന്നിരുന്നാലും തങ്ങൾ പറഞ്ഞൊരു പോയിൻ്റുണ്ട്. അള്ളാഹുവിൻ്റെ ഭവനം എന്ന് പറയുന്നത് അത് കേവലം നാല് മതിൽക്കുള്ളിൽ നിൽക്കേണ്ടതല്ല. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവർത്തനം എന്നുള്ളത്. ഒരിക്കൽ മസ്ജിദുൻ നബവിയിലേട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയോടൊന്ന് പണിതപ്പോൾ ജൂതന്മാരായ ആളുകൾ പള്ളിയിലേട്ട് പ്രവേശിച്ചു. എല്ലാ ജാതി മതവിഭാഗങ്ങളും പള്ളിയിലേട്ട് കടന്നു വന്നപ്പോൾ സഹാബത്ത് അവിടെ നിന്ന് തടയുകയുണ്ടായി. ക്രൈസ്തവരായ ആളുകളെ തടഞ്ഞു. സഹാബത്ത് തടഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് ഒരു വല്ലാത്തൊരു വർത്തമാനം പറഞ്ഞു. അല്ലയോ സഹാബത്തെ, അവരെ നിങ്ങൾ തടയണ്ട. അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ, അവർ നമ്മുടെ ഭവനത്തിലും അവർ ആരാധനയ്ക്ക് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം. അവരുടെ ദൈവത്തിനെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് പഠിപ്പിക്കാൻ വന്ന നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത്രയും ഒരു വിശാലമായ മതമാണ്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളെടുത്ത് പത്രവാർത്താ മാധ്യമങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ 100 മുസ്ലിമീങ്ങളുള്ള സ്ഥലത്ത് 50 ഹൈന്ദവരായ സഹോദരങ്ങൾക്ക് താമസിക്കാൻ പ്രയാസമാണെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ നമ്മളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കണം. എന്താണ്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ തൊട്ടയൽപക്കത്ത് കിടക്കുന്ന മുഹമ്മദാണ് അല്ലെങ്കിൽ ഫാത്തിമയാണ് സുലേഖയാണ് നിൻ്റെ അയൽവാസി എന്ന് പറഞ്ഞില്ല. നിൻ്റെ തൊട്ട അയൽപക്കത്ത് ചേർന്ന് കിടക്കുന്ന ജോസഫും കൃഷ്ണനും അവിടെ നിന്ന് വരുന്ന എല്ലാ മതമുള്ളവനും മതമില്ലാത്തവനും ഏത് വിഭാഗവുമായി കൊള്ളട്ടെ അവൻ നിൻ്റെ അയൽവാസിയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു മതം അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമാണ് എന്ന് ഞാൻ ഈ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുമായി കൊള്ളട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഭവനമെന്ന് പറയുന്നത് വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹു വീണ്ടും അവർക്കൊരു മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഇനി ഭൂമിയിലേട്ട് ഒരു അവസരം കൂടി ജീവിക്കുവാൻ അവസരം തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് പ്രവർത്തനം, എന്ത് നന്മ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അള്ളാഹു ആ മുഅ്മിനീങ്ങളായ ഖബറാളികളോട് ചോദിക്കുമ്പോൾ അവർ അവിടെ നിന്ന് വിളിച്ചു പറയും, നഗ്ബിതു അഹ്ലൽ മസാജിദ്. പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക, പള്ളിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക, പള്ളിയുമായി ബന്ധപ്പെട്ട ഏതേത് പ്രവർത്തനങ്ങളിലും അതിൽ കൃത്യമായി പങ്കെടുക്കുക എന്ന് മുഅ്മിനീങ്ങളായ ഖബറാളികൾ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയേറെ മഹത്വമുള്ള കാര്യമാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഒരു അദാബ് ഇറക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു നോക്കി ഇലൽ മസ്ജിദി, പള്ളിയിലേട്ട് നോക്കിയപ്പോൾ രാത്രിയുടെ രാമങ്ങളിൽ പള്ളിയുടെ ഓരത്തിരുന്നു കൊണ്ട് പടച്ച തമ്പുരാനിലേട്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ഇബാദത്തുകൾ കൊണ്ടും തഹ്ലീൽ കൊണ്ടും തസ്ബീഹ് കൊണ്ടും അവിടെ നിന്ന് നിരന്തരം ഇബാദത്ത് ചെയ്യുന്നൊരു വിഭാഗം ആളുകളെ കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അദാബിനെ തട്ടിമാറ്റിയെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയേറെ മഹത്വമുള്ള കാര്യമാണ് പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പള്ളി ഇബാദത്തുകൾ കൊണ്ട് പള്ളിയെ അലങ്കരിക്കുക എന്നുള്ളതാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നൂറ്, ഈ പള്ളിയുടെ പേര് തന്നെ നൂറ് എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് നൂറായിട്ട് തന്നെ ഇത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു പ്രകാശം അള്ളാഹു നിലനിർത്തുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇതിനു വേണ്ടി സഹകരിച്ചവർ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പ്രവാസികളായ ഒരുപാട് സഹോദരന്മാർ, ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവർ സഹായിച്ചവർക്ക് ഉണ്ട്. അള്ളാഹു അവരുടെ ബിസിനസ്സിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ മസ്ജിദിൻ്റെ ഇമാം ആസിഫ് ഫൈസ് ഉസ്താദ്, അതുപോലെ തന്നെ മഹലിൻ്റെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഹാജി, അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അള്ളാഹു സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ പള്ളിയിൽ ജുമുഅ സമാരംഭം കുറിക്കുകയാണ്. അഭിവന്ദ്യനായ
അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈലി ഉസ്താദ് അവറുകളാണ് നാളെ ജുമാഅക്ക് നേതൃത്വം നൽകുന്നത്. മുഴുവൻ ആളുകളും വളരെ നേരത്തെ തന്നെ എത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിന് എത്തിപ്പെട്ട നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ ജീവിപ്പിച്ച് ഈമാൻ കിട്ടി മരിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. വളരെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒരു ഫലമാണ് ഈ മസ്ജിദ് നൂർ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇനി നമ്മൾ എല്ലാവരും ഇത് നല്ല നിലയിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം. പള്ളി ഉണ്ടാക്കുവാൻ പലരും സഹായിച്ചെങ്കിലും തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നടത്തേണ്ടി വരും. എല്ലാവരും ഇന്ന് കാണുന്ന താല്പര്യത്തെക്കാൾ ഉപരിയായി തന്നെ ഈ പള്ളിയെ സ്നേഹിച്ച് നമ്മുടെ പള്ളി എന്ന നിലക്ക് തന്നെ എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീക്ക് നൽകി അതിൻ്റെ പുണ്യം കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ ആശംസകൾ നേർന്നു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ മേഖലകളെ വലിയ അഭിവൃദ്ധിയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ വന്ന് ഈ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ തിരക്കിനിടയിലും അദ്ദേഹം ഇവിടെ വന്ന് ഈ ഉദ്ഘാടനം നിർവഹിച്ചതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ മുഖ്യ പ്രഭാഷണം നടത്തിയ അനസ് അൽ ഖാസിമി ചീഫ് ഇമാം പുതിയകാവ് ജുമാ മസ്ജിദ്, അവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ അറിയിച്ച VH സെയ്ദ് മുഹമ്മദ് ഹാജി പ്രസിഡൻറ്റ് പുതിയകാവ് മഹല്ല്, അതേപോലെ PM ആസിഫ് ഫൈസി ഇമാം മസ്ജിദ് അൽ നൂർ, പിന്നെ ഇവിടെ സന്നിഹിതരായ പ്രമുഖ വ്യക്തികളെയും ഞാൻ ഈ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. വളരെയധികം സംഭാവനകൾ സാമ്പത്തികമായും ശാരീരികമായും നമുക്ക് നൽകിയിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കൾ, അതായത് പൂമ മസ്കറ്റ്, പൂമ അബുദാബി, നന്മ, മറ്റുള്ള എല്ലാ സംഘടനകളും, അവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതേപോലെ ഇവിടെയൊക്കെ കൂടിയിട്ടുള്ള ഇവിടെ സന്നിഹിതരായ എല്ലാ വ്യക്തികളോടും ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട, എല്ലാ നിലയിലും കഷ്ടപ്പെട്ട മറ്റുള്ള വ്യക്തികൾ, അതായത് ഇലക്ട്രിസിറ്റി മറ്റുള്ള എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്ത അവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അള്ളാഹു പള്ളിയുമായി ബന്ധപ്പെട്ട അഹോരാത്രം പരിശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. പടച്ചവർ നിനക്കറിയാമല്ലോ റഹ്മാൻ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. സഹായിച്ചവർ, സഹകരിച്ചവർ, ശാരീരികമായും മാനസികമായും സഹായിച്ചവർ എല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. പടച്ചവനെ പ്രത്യേകിച്ച് പ്രവാസികളെ ഒരുപാട് സഹോദരന്മാരുണ്ട്. പടച്ചവനെ കൂട്ടായ്മകളൊക്കെ നിലനിർത്തണം റഹ്മാനെ.